ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും നമ്മുടെ ഖുദ്സേ പ്യാർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ആ കവിതയിൽ ആദ്യമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ കവിതയുടെ സൈഡിൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. സൈഡിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: വ ദേ സക്കെ ആഗ്, യഹാ ആഗ് സെ ക്യാ മത്ലബ് ഹെ എന്നാണ്. വ ദേ സക്കെ ആഗ്, നമ്മൾ ആ കവിതയിൽ നോക്കിയാട്ടെ. സൂരജ് അപ്പനി ആഗ് സെ ഇത്തനാ പ്യാർ കരേങ്കി വ ദേ സക്കെ ആഗ്, അല്ലെ? അപ്പോൾ ചൂട് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എനർജി കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ കവിത പഠിക്കുമ്പോൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ യഹാം ആഗ് സെ ക്യാ മത്ലബ് ഹെ എന്ന് വെച്ചാൽ ഇവിടെ ആഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മത്ലബ് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആൻസർ എന്താ? ആഗ് യഹാ സൂര്യ കാ പ്രകാശ് और ഊർജ കാ പ്രതീക് ഹെ. ആഗ് എന്ന് പറയുന്നത് ഇവിടെ സൂര്യന്റെ പ്രകാശവും അതുപോലെ തന്നെ ഊർജത്തിന്റെയും പ്രതീക്, സിമ്പല്, പ്രതീകമാണ്. പ്രകാശ് और ऊर्जा इस धरती पर जीवन को कायम रखने में मदद करती है. ലൈറ്റ് അല്ലെ, പ്രകാശിന്റെ വേറൊരു ഹിന്ദി ശബ്ദം രോഷ്നി, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രകാശ് അതുപോലെ തന്നെ ഊർജ എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവൻ കോ കായം രക്കുന്ന, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മദത് കർത്തിയെ, ഹെൽപ്പ് ചെയ്യുന്നു. ആര്? ഈ സൂര്യന്റെ ആഗ്. അപ്പൊ ഈ ആഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് എനർജി അല്ലെങ്കിൽ പ്രകാശമാണ്. അത് ഈ ഭൂമിയിൽ ജീവൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതിന് തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ആണ് ദരഖ് സെ ആപ്നെ ക്യാ സംജ. ദരഖ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്, മരം അല്ലെങ്കിൽ ചെടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ക്യാ സംജ എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കിയത്? ദരഖ് യാനി പേട് ഹെ. ദരഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടാണ്, മരമാണ്. ഫൂൽ ഔർ ഫൽ, അല്ലെങ്കിൽ ഫൽ ഔർ ഫൂൽ സേ, സേ എന്ന് വെച്ചൊരു സ്പേസ് ഉണ്ട്. സേ പ്രകൃതി के सब जीवों को सुरक्षित रखता है. അവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ടൈപ്പ് ചെയ്ത സമയത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഫൂൽ സേ ഒരു സ്പേസ്, പ്രകൃതി കെ സബ് ജീവോ കോന്നാണ്. അതായത് ഈ മരം എന്താ ചെയ്യുന്നത്? ഫല് അല്ലെങ്കിൽ ഫൂല്, ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പഴം കൊണ്ട് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സുരക്ഷിത രക്ത, സേഫായിട്ട് നിർത്തുന്നു. അതിനർത്ഥം എന്താ? ഈ പഴവും അല്ലെങ്കിൽ പൂവൊക്കെ കഴിച്ചിട്ടാണ് ജീവിയിലെ മൃഗങ്ങളായാലും ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആയാലും ജീവിക്കുന്നത്. അതവിടെ സുരക്ഷിത രക്താക്കി കൊണ്ട് ഉദ്ദേശിച്ചത്. പേട് നിസ്വാർത്ഥ സേവാക്ക പ്രതീക. മരം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ, എന്താ നിസ്വാർത്ഥ? സ്വാർത്ഥം എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റാണ്. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫിഷ് ആണ്, അല്ലെ? സ്വാർത്ഥനായ. അപ്പോൾ യാതൊരു സ്വാർത്ഥതയില്ലാത്ത, അല്ലെങ്കിൽ അതിന് മറ്റൊരു അർത്ഥം സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്യാം, അതിലൊരു സ്വാർത്ഥ സ്വഭാവം എന്ന് പറയും. അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ, ഒന്നും തിരിച്ചു കിട്ടണമെന്നില്ലാതെ ചെയ്യുന്ന ഒരു സേവനമാണ്. ഓക്കെ, ആ സേവനത്തിലുള്ള പ്രതീകമാണ്, സിമ്പലാണ് ആര്? മരം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് അതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, കവിതയുടെ സൈഡിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ഖുദ് സെ പ്യാർ കർണ സെ ക്യാ അർത്ഥ നിക്കൽത്താ ഹെ. ഖുദ് സെ പ്യാർ കർണ, സ്വയം സ്നേഹിക്കുക, അല്ലെ? അപ്നെ ആപ് സെ പ്യാർ കർണ. അതുകൊണ്ട് എന്താ അർത്ഥ നിക്കൽത്താ, എന്താ മീനിങ്? എന്താ? ഹം സബ് അപ്നെ ആപ് കെ അന്തർ പ്യാർ ഭർക്കർ ദൂസറോ കോ ബാंटना है. അതിൽ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം കൊണ്ട് നിറയ്ക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ദൂസറോ पर उसको बांटना है. മറ്റുള്ളവരുടെ മുകളിലേക്ക് അത് നമ്മൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ വർഷിക്കണം. അതാണ് അതിന്റെ അർത്ഥം. അതിനെ തുടർന്ന് വരുന്ന കുറെ എക്സസൈസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ജോഡെ ഈ വാക്യലിക്ക്. അവിടെ ഒരു നല്ല രീതിയിൽ എയറൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ. സൂരജ്, പേട്, ബാദൽ, പിന്നെ ഒരു ദുനിയാക്കു എന്നുള്ള ഓപ്ഷൻ കാണാം, പാനി, ഊർജ, ഫൂല്, പിന്നെ തേത്തായ. വളരെ സിമ്പിളായ ഒരു ആക്ടിവിറ്റിയാണ്, ഒന്നുമില്ല. അത് ഏതാണ് കണക്റ്റഡ് എന്ന് ആദ്യം മനസ്സിലാക്കുക. സൂര്യൻ ആരുമായിട്ടാണ് കണക്റ്റഡ്? ഊർജയാണ്. പേട് ആരുമായിട്ടാണ് കണക്റ്റഡ്? ഫൂലാണ്. ബാദൽ വെള്ളമാണ്, പാനിയാണ്. അത് വെച്ച് കണക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹെ, പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ, ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. വളരെ സിമ്പിളായ ഒരു ആക്ടിവിറ്റിയാണ്.
അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ, പഹചാനെ और लिखे ജീവൻ കാ ആധാർ ഹെ, ജീവന്റെ ബേസ് എന്താ, ജീവന്റെ ആധാരം എന്താന്ന് അറിയുന്നു. എന്താ, അവിടെ സൂര്യന്റെ ചിത്രമുണ്ട്. അപ്പൊ അതെന്താ, അത് സൂരജാണ്. ഒരു മരത്തിന്റെ ചിത്രമുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താ, ദരക്താണ് കൊടുക്കേണ്ടത്. ബാദലാകുമ്പോൾ ബാദലിന് എഴുതുക, വേറെ ഒന്നും അതിൽ എഴുതാനില്ല. നമ്മൾ ആ വേർഡുകൾ അതിലേക്ക് എഴുതുക. ഇത് കൃത്യമായിട്ട് എഴുതിയാൽ നമുക്ക് നല്ലൊരു സ്മൈലി, ഒരു ഫുൾ മാർക്കും കിട്ടും ടീച്ചർ എടുക്കുന്നല്ലേ. പിന്നെ അടുത്ത വരുന്നത് ഈ ആശയം പടയവർ പങ്ക്തിയാൻ ഡൂണ്ടേ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ സെക്ഷനാണ്. അതിൽ കാണാം കവി ചാത്താഹെ എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതി. എന്താ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സൂരജ് അപ്പനി ഊർജാ സെ പ്യാർ കരേ और संसार को ऊर्जा प्रदान करे. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ, ഈ സെന്റൻസിൽ ഉള്ള ആശയം ഉണ്ടല്ലോ, അത് കറക്റ്റ് വരുന്ന സ്റ്റാൻസ അല്ലെങ്കിൽ വരികൾ, പങ്ക്തി എന്ന് പറഞ്ഞ വരികളാണ്. അത് കവിതയെന്ന് ഡൂണ്ടേ കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ സൂരജ് അപ്പനി ഊർജാ സെ പ്യാർ കരേ और संसार को ऊर्जा प्रदान करे എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ ഏതായിരുന്നു, അതിലെന്താ അർത്ഥം, സൂര്യൻ തൻ്റെ ഊർജത്തെ സ്വയം സ്നേഹിക്കണം, എന്നിട്ട് ലോകത്തിന് കൊടുക്കണം എന്നാണ്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻസ ഫുള്ള് വരും അല്ലെ. സൂരജ് അപ്പനി ആഗ് സേ ഇത്തനാ പ്യാർ കരേകി വ ദേ സഖേ ആഗ് ദുനിയാ കോ ഭി. അത് രണ്ടാമത്തത് വരുന്നത് എന്താ, മേഘ് അപ്പനെ പാനി സേ പ്യാർ കരേ और പ്രകൃതി കി പ്യാസ് ബുജായി എന്ന് പറയുന്നത്. മേഘം തൻ്റെ വെള്ളത്തെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം, എന്നിട്ട് പ്രകൃതിയുടെ ദാഹ അകറ്റണം എന്ന് പറയുന്ന ലൈൻ ഏതാ, ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേകി വ ദേ സഖേ ജൽ ദുനിയാ കോ ഭി. ആ കവിതയിലെ മൂന്നാമത്തെ സ്റ്റാൻസയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വർക്കാണ് എന്ത്, യേ ദുനിയാ കോ കേസെ പ്യാർ കരേങ്കെ അപ്പനെ വിചാർ ലിഖെ. അവിടെ സൂരജ് പേട് ബാദൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിന് പറ്റിയ 3 പോയിന്റ്സുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം സൂരജിന്റെ എന്താ വരുന്നത്, സൂരജ് രോഷ്നി ദേത്താ ഹെ, സൂര്യൻ വെളിച്ചം തരുന്നു അല്ലെ, പ്രകാശം തരുന്നു. സൂരജ് ധൂപ്പ് ദേത്താ ഹെ, നല്ല ചൂട് അല്ലെങ്കിൽ വെയില് തരുന്നുണ്ടല്ലേ. അതുപോലെ സൂരജ് വിറ്റാമിൻ ഡി ദേത്താ ഹെ, നമ്മുടെ ചെറുപ്പത്തിൽ പറയുന്നുണ്ട് അല്ലെ, വെയിലത്തൊക്കെ കളിക്കണം എന്നാലും വിറ്റാമിൻ ഡി ഒക്കെ കിട്ടും. ഇപ്പം പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യാന്ന്, ഫോണിലും കളിച്ചിരുന്ന് വിറ്റാമിൻ ഡിയും ഇല്ല, ഒന്നുമില്ല. അടുത്തതെന്താ, പേട്. പേടിൽ വരുന്നത് ഏതാ, പേട് ഫൽ ദേത്താ ഹെ, പേട് ഫൂൽ ദേത്താ ഹെ, അതുപോലെ പേട് ഛായ ദേത്താ ഹെ. ഫൽ ദേത്താ ഹെ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് തരുന്നു, പേട് ഫൂൽ ദേത്താ ഹെ എന്ന് പറഞ്ഞാൽ പേട് പൂവ് തരുന്നു, പേട് ഛായ ദേത്താ ഹെ, ഛായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ്, തണൽ. ഓക്കെ, അടുത്തത് ബാദലാണ്. ബാദൽ എന്താ, ബാദൽ പാനി ദേത്താ ഹെ അല്ലെ, മഴ പെയ്യിക്കുന്നുണ്ട്. ബാദൽ ഠണ്ട് ദേത്താ ഹെ, നല്ല മഴക്കാറുള്ള സമയത്ത് നല്ല കാറ്റിലും വീശുമ്പോൾ തണുപ്പ് തരും. ബാദൽ ഹരിതിമ ലാത്താ ഹെ. എന്താ ഹരിതിമ, ഹരിയാലി എന്ന് പറഞ്ഞൊരു വേർഡ് പഠിച്ചിട്ടുണ്ട്, ഗ്രീനറി, അത് തന്നെയാണ് ഹരിതിമ. അപ്പോൾ കാർമേഘം എന്ത് തരുന്നുണ്ട്, നല്ല ഗ്രീനറി കൊണ്ടുവരുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ പാഠമായി പഠിക്കുന്ന സമയത്ത് ലേഖകന്റെ ഒരു ചെറിയ ഭാഗം പാഠത്തിന്റെ അവസാനം കാണും. അത് എഴുതിയ ലേഖനെ കുറിച്ച് അല്ലെ, അതായത് ആരെഴുതിയത്, ശോഭനാഥ് യാദവ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ജന്മ 14 ജൂൺ 1937. എപ്പോഴാണ് ജന്മം വരുന്നത്, 14 ജൂൺ 1937. അപ്പം അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യം അവിടെ കാണാം. ശോഭനാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. ശോഭനാഥ് യാദവിന്റെ ജനനം ഉത്തർപ്രദേശിലാണ്. വേ ലേഖക ഒരു സമ്പാദക. എന്താ ലേഖക്, ലേഖക് എന്ന് പറഞ്ഞാൽ റൈറ്ററാണ്, സമ്പാദക് എന്ന് പറഞ്ഞാൽ എഡിറ്ററാണ്. എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ മാഗസീൻ്റെ ഒക്കെ എഡിറ്ററായിട്ട്, അതുപോലെ തന്നെ പത്രത്തിൻ്റെ ഒക്കെ എഡിറ്ററായിട്ട് അദ്ദേഹം ഉണ്ടായി. ദരക്തോമേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരഗാഥ ആദി ഉൻകി രചനായ ഹെ. രചന എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ. ഈ പറഞ്ഞ 3 ദരക്തോമേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, അതുപോലെ നരഗ് ഗാഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇത്രയാണ് നമ്മുടെ ഈ സെഷനിൽ വരുന്നത്.